ശബരിമലയിൽ ഭക്തരെ തിരക്ക് തുടരുകയാണ്. നിരവധി തീർത്ഥാടകരാണ് മണിക്കൂറുകളോളം ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. അതേസമയം സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസമായി അരവണ വിതരണം പ്രതിസന്ധിയാണ്. താൽക്കാലിക പരിഹാരം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി മുതൽ 10 ബോട്ടിൽ അരവണ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കിരണി മണ്ഡലപൂജയിലേക്ക് അടുക്കുകയാണ്. ഓരോ ദിവസവും കണക്കുകൾ പരിശോധിച്ചാൽ 80,000-ന് മുകളിലാണ് സ്പോട്ട് ബുക്കിങ്ങും ഒപ്പം വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരക്കിന് കുറവുണ്ടാകാൻ ഇടയൊന്നുമില്ല. എന്താണ് സന്നിധാനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? സന്നിധാനത്തെ ദൃശ്യങ്ങളിൽ കാണാം, തിരക്ക് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മണ്ഡലപൂജയിലേക്ക് അടുക്കുകയാണ്. 27-ാം തീയതി മണ്ഡലപൂജ. അതുവരെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് അതിപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. ദർശനം നടത്തിയ തീർത്ഥാടകർക്ക് കൃത്യമായി ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തിരക്ക്, കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ആ തിരക്ക് വർദ്ധിക്കുകയാണ്. ഒപ്പം സന്നിധാനത്ത് അരവണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ശർക്കര ലഭ്യമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പലപ്പോഴും കഴിഞ്ഞ മുൻവർഷങ്ങളൊക്കെ സമാനമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ശർക്കര കൃത്യ അളവിൽ സന്നിധാനത്തേക്ക് എത്തിക്കാൻ കരാറുകാർ പലപ്പോഴും അവർക്ക് വീഴ്ച പറ്റുന്നുണ്ട്. അതാണ് ഈ അരവണ വിതരണത്തെയൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയത്. കിരൺ, സന്നിധാനത്തെ തിരക്ക് ഇനി മണ്ഡലപൂജയിലേക്ക് എത്തുകയാണ്. തങ്കയങ്കി ഘോഷയാത്രയൊക്കെ വരും ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ തിരക്കിന് കുറവൊന്നും ഉണ്ടാകാനിടയില്ല. കണക്കുകൾ പരിശോധിച്ചാലും 80,000-ന് മുകളിലാണ് ഓരോ ദിവസത്തെയും ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉള്ളത്. എങ്ങനെയാണ് സന്നിധാനത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഉമേഷ്, ഈ മണ്ഡല പൂജയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്നും ഏകദേശം 97,000-ഓളം ആളുകളാണ് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഈ ദിവസങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മണിക്കൂറുകൾ നീണ്ട തന്നെ ക്യൂകൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്നും ഈ അപ്പാച്ചിമേട് മുതൽ, അതായത് ഇന്ന് രാവിലത്തെ തിരക്ക് നോക്കിയാൽ അപ്പാച്ചിമേട് മുതൽ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്തിനടുത്തുള്ള ഫ്ലൈ ഓവറിലടക്കം ഏതായാലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ശബരിമലയെ സംബന്ധിച്ച ഈ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു പ്രസാദത്തിന്റെ വിതരണം, അതിൽ ചെറിയ തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയന്ത്രണത്തിൽ ചെറിയൊരു അയവ് വരുത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇന്നലെ വരെ ഈ അപ്പവും അരവണയും ഇത് 5 പാക്കറ്റ് വീതം മാത്രമായിരുന്നു ഭക്തർക്ക് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് വാർത്തകളായതോടുകൂടി തന്നെ ഈ വിതരണം, ഈ അപ്പത്തിന്റെയും അരവണയുടെയും വിതരണം 10 പാക്കറ്റിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ശർക്കരയുടെ ലഭ്യത കുറവിനെ തുടർന്നാണ് ഇന്നലെ ഈ പ്രസാദ വിതരണത്തിൽ ഇത്തരത്തിലൊരു കുറവുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രസാദത്തിന്റെ നിർമ്മാണം അത് ചെറിയ രീതിയിൽ തന്നെ കുറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി പ്രസാദം വലിയ അളവിൽ വിതരണം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരുന്നത്. എന്നാൽ ഈ ഇപ്പോൾ പിന്നീട് ഇത് വാർത്തയായതോടുകൂടി തന്നെ ഇപ്പോൾ 10 പാക്കറ്റ് വരെ വിതരണം ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്, ഈ മണ്ഡലപൂജയുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്? ഈ തിരക്ക് ഇങ്ങനെ തുടരുമ്പോൾ തങ്കയങ്കി ഘോഷയാത്രയിലേക്ക് എത്തുമ്പോൾ അത് അല്പം പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ തിരക്ക് ക്രമീകരണത്തിന് പോലീസോ ദേവസ്വം ബോർഡോ പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ദർശന സമയം പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകരോട് മടങ്ങണമെന്ന അഭ്യർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല കിരണെ, നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഈ സന്നിധാനത്തെ വിലവിവരം അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്യണമെന്ന്. അക്കാര്യമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ സന്നിധാനത്ത്? ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുമോ? ഉമേഷ്, ഈ തിരക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമയക്രമത്തിന് തന്നെ കുറച്ചൊരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ഈ തിരക്ക് ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ശബരിമലയിലെ പൂജാക്രമത്തിൽ, അതായത് നേരത്തെ 11 മണി വരെയായിരുന്നു നെയ്യഭിഷേകം ഉണ്ടായത്. ഇത് ഒരു അരമണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 11:30 വരെ നെയ്യഭിഷേകം നീട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ക്രമീകരണമാണ് നിലവിലിപ്പോൾ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തിരക്ക് കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഈ അവധി ദിവസങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. സ്കൂളുകൾ അടച്ചൊരു സാഹചര്യം. മാത്രവുമല്ല, മണ്ഡലപൂജയ്ക്ക് വേണ്ടി വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ മണ്ഡലപൂജ കൂടി നടക്കുന്ന ഒരു സാഹചര്യമാണ്. 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുക. 26-ാം തീയതി തങ്കയങ്കി
ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തും. പിന്നീട് 26-ാം തീയതി വൈകിട്ടുള്ള ദീപാരാധന തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ളതായിരിക്കും. 27-ന് രാവിലെ 10:30-ക്കാണ് ഈ മണ്ഡലപൂജ നടക്കുക. ഇത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള പൂജയായിരിക്കും. ഇതിനുശേഷം 27-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് നട അടക്കുക. രാത്രി ഓടുകൂടി തന്നെ നട അടക്കും. പിന്നീട് 2 ദിവസം ശബരിമല നട പൂർണ്ണമായി തന്നെ അടച്ചിടുകയായിരിക്കും. 30-ാം തീയതി ആണ് പിന്നീട് വീണ്ടും നട തുറക്കുക. ഇതാണ് ഈ മണ്ഡലപൂജയെ സംബന്ധിച്ചുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ സമയത്ത് തന്നെ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും ഉമേഷ് ഉള്ളത്. ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്ക് കണക്കിലെടുത്ത് വലിയൊരു ക്രമീകരണം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഭക്തരെ കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഏതായാലും ശബരിമലയിൽ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം, അതായത് ശബരിമലയിലെ പ്രസാദമടക്കമുള്ള സാധനങ്ങളുടെ വില വിവരങ്ങളടക്കം മൈക്കിലൂടെ അനൗൺസ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു വില വിവരം മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നിലവിൽ ആരംഭിച്ചിട്ടില്ല. ഉമേഷ്, കിരണ, ഇപ്പോൾ ഈ തിരക്ക് എവിടെ വരെയാണുള്ളത്? പമ്പയിൽ നിന്നുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ചില ഓൺലൈൻ മാധ്യമങ്ങളിലും പമ്പയിലുള്ള ചില സന്നദ്ധ സംഘടനകളും ഒക്കെ പങ്കുവെക്കുന്നത് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിടുന്നില്ല, അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വാഹനങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് 5 ദിവസത്തോളം നീണ്ടുന്ന വലിയ തിരക്കിലേക്ക് സന്നിധാനം പോയത്. അത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോകാതിരിക്കാൻ അവിടെ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ തീർത്ഥാടകരെ തടയുന്നുണ്ട് എന്നാണ്. അപ്പോൾ സന്നിധാനത്തെ തിരക്ക് എവിടെ വരെയാണുള്ളത്? ഒപ്പം പമ്പയിൽ ഏത് തരത്തിലുള്ള സാഹചര്യമാണുള്ളത്? ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്പാച്ചിമേട് വരെ ഇപ്പോൾ തിരക്കുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഏർപ്പെടുത്തിയ ഒരു ക്രമീകരണം അനുസരിച്ച് അത് ഈ മരക്കൂട്ടത്തിലുള്ള ക്യൂ കോംപ്ലക്സിൽ തടഞ്ഞു നിർത്തി, അതായത് ഏകദേശം മണിക്കൂറുകളോളം 2 മണിക്കൂറിലധികം ആളുകളെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തേക്ക് പിന്നീട് കയറ്റിവിടുന്നത്. ഇതിനെതിരെ വലിയ തരത്തിൽ തന്നെ ഭക്തരുടെ ഒരു പ്രതിഷേധം, അതായത് അനാവശ്യമായിട്ട് ഇത്തരം മണിക്കൂറുകളോളം തങ്ങളെ തടഞ്ഞിടുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എന്നാൽ വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ അപ്പാച്ചിമേട് മുതൽ തന്നെ ഭക്തജന തിരക്കുണ്ട്. നീണ്ട ക്യൂകൾ, അതായത് മണിക്കൂറുകളോളം തന്നെ ഭക്തർ ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ ഈ പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടുന്നതിലും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്, ഇത്തരത്തിലൊരു നിയന്ത്രണം ഒരുക്കിയിട്ടുണ്ട്. ഇത് പമ്പയിലും ഭക്തജന തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് ഇടയായിരിക്കുന്നത്. ഏതായാലും ആളുകൾ കൂടുതൽ നേരം, അതായത് മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനം സാധ്യമാവുന്നത് എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. യെസ്, കിരണാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ച്. സന്നിധാനത്ത് തിരുവനന്തപുരം മണ്ഡലപൂജയിലേക്ക് അടുക്കുകയാണ്. 27-നാണ് മണ്ഡലപൂജ. അതുകൊണ്ട് തന്നെയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും. നിയന്ത്രണങ്ങൾ പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ പങ്കുവെക്കുന്നത്. കിരണാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.